മറവങ്കോട് യക്ഷി രക്തരക്ഷസ് അധ്യായം 3. തറവാട്ടിന് പുറത്ത് ശക്തമായ പേമാരി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ പലതും കേട്ടു തുടങ്ങി. രുദ്രൻ്റെ മനസ്സിന് ഇടയ്ക്കിടയ്ക്ക് പേടി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവൻ കിലുകിലെ വിറച്ചു തുടങ്ങി. 1000 മണികളുള്ള പാദസരം പോലെ ഒരു മണികിലുക്കം കേട്ടു. നിലവറയിലെ വിളക്കുകൾ അണഞ്ഞു. താഴോട്ടുള്ള മരം കൊണ്ട് നിർമ്മിച്ച സ്റ്റെപ്പുകൾ ഇളങ്ങി ആരോ ഇറങ്ങി വരുന്നത് പോലെ അവന് അറിയാമായിരുന്നു. പാദസ്വരത്തിൻ്റെ കിലുക്കം അവൻ്റെ നെഞ്ചിടിപ്പിൻ്റെ വേഗതയേറ്റി. നിലവറയിലെ വിളക്കുകൾ എല്ലാം അണഞ്ഞു തുടങ്ങിയിരിക്കുന്നു. രുദ്ര! ആ വിളിക്ക് 1000 ആളുകളുടെ ശക്തി ഉണ്ടായിരുന്നു. അവൻ ആരും കാണാതെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചു. സാവിത്രി അങ്ങനെ വന്നവൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ഹൃദയ ധമനികളുടെ ഇടികൊണ്ട് നെഞ്ചു തകരുമെന്നതുപോലെ, ഹൃദയം നിലയ്ക്കുന്നത് പോലെ അവളുടെ ശ്വാസം അടുത്തടുത്ത് വരുന്നു. ഗന്ധം മൂക്കിൽ തുളച്ചു കയറുന്നത് പോലെ. നീ എന്തിനാണ് എന്നെ ഇപ്പോഴും ഇങ്ങനെ ഭയപ്പെടുന്നത്? ആരതിയുടെ ഭാവത്തിൽ സാവിത്രിയുടെ ചോദ്യം. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ ആകെ നിശബ്ദനായി. തണുത്തുറഞ്ഞ മഞ്ഞുപോലുള്ള തണുത്ത നിശ്വാസം അവൻ്റെ മുഖത്ത് പതിക്കുന്നുണ്ടായിരുന്നു. പാലമരത്തിൻ്റെ മനം മടുപ്പിക്കുന്ന ഗന്ധം മൂക്കിലേക്ക് തുളച്ചു കയറി. സാവിത്രി, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനൊരു പാവമാ. രുദ്ര, നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? ഞാൻ ആരതിയല്ലേ. എന്തിനാ നീ മന്ത്രങ്ങളൊക്കെ പഠിച്ച് എന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നത്? ഞാൻ നിന്നെ ഒന്നും ചെയ്യാറില്ലല്ലോ. ഈ മാന്ത്രികപ്പുരയിൽ ഇനി നീ പ്രവേശിക്കരുത്. ഇനി നീ പ്രവേശിച്ച വല്യമാമയ്ക്ക് പുറമെ നിന്നെയും ഞാൻ അങ്ങോട്ട് അയക്കും. രുദ്രൻ പേടിച്ച് വിറച്ചു നിൽക്കുകയായിരുന്നു. അവൾ പതിയെ അവന് അരികിലേക്ക് അടുത്തു നിന്നു. അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളിൽ തീഷ്ണത ചാലിച്ചു. പക്ഷേ അവൾ അവനെ തൊടാതെ അല്പം അകലം മാറി നിൽക്കുന്നത് രുദ്രൻ ശ്രദ്ധിച്ചിരുന്നു. ശരീരത്തിൽ കെട്ടിയിരിക്കുന്ന രക്ഷയാണ് അതിന് കാരണമെന്ന് അവന് മനസ്സിലായി. അവൻ അവളുടെ അടുത്തേക്ക് പതുക്കെ നടന്നെടുത്തുവെങ്കിലും അവൾ പതിയെ പതിയെ അകന്നു പോകുന്നുണ്ടായിരുന്നു. അവൻ കണ്ണുകൾ അടച്ച് ഗായത്രി മന്ത്രം ജപിച്ചു തുടങ്ങി. ഉടൻ തന്നെ പാദസരങ്ങളുടെ കിലുക്കം നിലച്ചു. സാവിത്രിയെ മുറിയിൽ നിന്നും കാണാതെയായി. മുകളിലെ അറയിൽ നിന്നും ആരതിയുടെ ഉറക്കെയുള്ള നിലവിളി കേൾക്കാമായിരുന്നു. തന്നെ മുകളിലെത്തിക്കാനുള്ള സാവിത്രിയുടെ കുതന്ത്രമാണെന്ന് രുദ്രന് മനസ്സിലായി. അവൻ പതിയെ വിളക്കുകൾ കത്തിച്ച് ചമ്രം പടിഞ്ഞിരുന്നു. താളിയോലകൾ മറച്ച് വല്യമ്മ പറഞ്ഞു തന്ന മന്ത്രങ്ങളിലൂടെ കണ്ണുകളിലൊടിച്ചു. അമൂല്യങ്ങളായ ഒരുപാട് മന്ത്രങ്ങൾ അവിടെയുണ്ടായിരുന്നു. വശിനി മന്ത്രവും കുടിലിനി മന്ത്രവും, അങ്ങനെ ഒത്തിരി. സംശയിച്ചതുപോലെ തന്നെ സാവിത്രി ബന്ധനത്തിൽ നിന്നും മുക്തയായതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അവളെ തളയ്ക്കുവാനും ഇല്ലത്തിനെ രക്ഷിക്കുവാനും രുദ്രൻ ശ്രമം തുടങ്ങി. ഏതെങ്കിലും കാരണവശാൽ മന്ത്രകാലയളവിൽ നിലവറ ഇറങ്ങിയാൽ മരണം സംഭവിക്കുമെന്ന് അവനറിയാമായിരുന്നു. രാത്രിയുടെ യാമങ്ങളിലെല്ലാം തന്നെ പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ അവൻ കേട്ടുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആരതിയുടെ മോഹിപ്പിക്കുന്ന വിളികളും. പൂജയ്ക്ക് വേണ്ട പുഷ്പങ്ങളൊന്നും തന്നെ കിട്ടിയിരുന്നില്ല. ചുവന്ന പൂക്കളായിരുന്നു പൂജയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത്. കരിങ്കാളിക്ക് വേണ്ടി നേദിച്ച അവൻ്റെ ചൂട് രക്തത്തിൽ നിന്നും ഒരു വലിയ പുകയുയർന്നു. ഇടയ്ക്കിടയ്ക്ക് ഓടിയെത്തുന്ന അലറിക്കരച്ചിൽ അവനെ വല്ലാതെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. കരിപ്പൊടിയും അരിപ്പൊടിയും കൊണ്ട് തയ്യാറാക്കിയ കളത്തിൽ അവൻ രക്ഷാകവചമൊരുക്കി യാമദൈർഘ്യം നോക്കി അമാവാസി കണക്കാക്കി. ചന്ദനവും വെള്ളും പൂവും സമർപ്പിച്ച് കൈയറത്ത് ചോര നൽകി. ആളിക്കൊണ്ടിരിക്കുന്ന ഹോമകുണ്ഡങ്ങളിലേക്ക് ഓരോന്നായി അവൻ സമർപ്പിച്ചു കൊണ്ടിരുന്നു. കർപ്പൂരാഴി കയ്യിലേന്തി അവൻ ദേവിയെ ഒഴിഞ്ഞുമാറ്റി. കുരുതി വെള്ളത്തിൽ ദേവിക്ക് സ്നാനക്കളമൊരുക്കി. വിളക്കുതിരികൾ ഉയർന്നു കത്തിയപ്പോൾ മുറിയിൽ മുഴുവൻ പ്രകാശം നിറഞ്ഞു. ദേവീപൂജയിലേക്ക് ശേഷം അവൻ ബന്ധനപൂജയിലേക്ക് കടക്കുകയായിരുന്നു. ശരിയാവുമോ എന്ന് സംശയമുണ്ടായിരുന്നുവെങ്കിലും ഈ വരുന്ന അവസ്ഥയിൽ നിന്നും പുറത്തു കിടക്കുന്ന ഒരാൾ വരുന്നതും അവന് അപകടമാണെന്നും അവന് നന്നായി അറിയാമായിരുന്നു. ആരതിയിൽ നിന്നും ഞരങ്ങുകയും ചെയ്യുന്നതിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു.
ആരോ അവളെ വല്ലാതെ പേടിപ്പിക്കുന്നത് പോലെ. രുദ്ര, എന്നെ കൊല്ലുന്നേ, ഒന്ന് ഓടിവായോ, അവൾ ഉറക്കെ നിലവിളിച്ചു. അവളുടെ നിലവിളികൾ അവൻ ചൊല്ലിക്കൊണ്ടിരുന്ന മന്ത്രങ്ങൾ അത്രയും മറന്നുപോയി. ആരതിയെ കൂടി പൂജാമുറിയിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാവുമെന്ന് അവനറിയാമായിരുന്നു. പതിയെ അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതിയല്ലോ. പാൽപൂജ കളത്തിൽ നിന്നും പതിയെ എഴുന്നേറ്റ് പടികൾ കയറി മുകളിലേക്കുള്ള നിലവറയുടെ വാതിൽ തുറന്ന് ആരതിയെ ബന്ധിച്ച മുറി അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു. അവൻ പതിയെ മുറിയുടെ വാതിൽ തുറന്ന് വാതിലിന് തൊട്ടു മുമ്പിലായി അവളങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ തുറിച്ച കണ്ണുകളും അവളുടെ രൗദ്രഭാവത്തിലുള്ള നോട്ടവും രുദ്രൻ ശരിക്കും പേടിച്ചിരുന്നു. ആരതി, നമുക്ക് നിലവറയിലേക്ക് പോകാം. എന്തിന്? ഇതുവരെ രുദ്രൻ കേട്ട് ശീലിച്ച ആരതിയുടെ ശബ്ദമായിരുന്നില്ല അത്. വല്യമാമയുടെ മരണശേഷമുള്ള ചടങ്ങുകൾക്ക് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി. ആരതി പൊട്ടിച്ചിരിച്ചു. ഈ തറവാട്ടിലെ ഒരുപാട് ആണുങ്ങളെ കണ്ടതാണ് ഞാൻ. അവരാര് ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം നിനക്കെന്നെ തളയ്ക്കാമെന്നുള്ളൊരു മോഹമുണ്ടെങ്കിൽ നടക്കില്ല. നിന്നെയും അവർക്കൊപ്പം ഞാൻ കാലപുരിക്കൊരുക്കി അയക്കുക തന്നെ ചെയ്യും. എന്നാ സാവിത്രി, നീയും കേട്ടോ, മണിയങ്കോട്ട തറവാട്ടിലെ അവസാനത്തെ ആൺകണ്ണി. പക്ഷേ ഞാൻ പറയുന്നു, നിന്നെ ഞാൻ തളച്ചിരിക്കും. എങ്കിൽ ഇവളെ നീ അങ്ങ് മറന്നേക്കൂ. നീ എന്നെയും ഞാൻ നിന്നെയും കൊതിച്ചിട്ടില്ലേ രുദ്ര? നമ്മൾ ഒരുമിച്ച് അമ്പലക്കുളത്തിൽ എത്ര തവണ നീരാടിയിരിക്കുന്നു. എവിടെ നിന്നോ വന്നവളാണിവൾ. ആരതി ചുമരിൽ തലയടിക്കാൻ തുടങ്ങി. സാവിത്രി, നീ എന്താണ് ഈ കാണിക്കുന്നത്? രുദ്രനിൽ ഭയം പ്രവഹിച്ചു. ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? ഞാനിവളെ ഇങ്ങനെ ഇല്ലാതാക്കും. എന്തു ചെയ്യണമെന്നറിയാതെ ധർമ്മസങ്കടത്തിലായിരുന്ന രുദ്രൻ ഗുരുകാരണവന്മാരെയും കുലദൈവത്തെയും മനസ്സിൽ ധ്യാനിച്ച് അവൻ ആരതിയെ ചേർത്ത് പിടിച്ചു. അവൾ ശക്തമായി അവനെ തള്ളിയപ്പോൾ അവൻ തെറിച്ചുപോയി. അവൻ വീണെടുത്തു നിന്നും പതിയെ എഴുന്നേറ്റ് വീണ്ടും അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. രുദ്രൻ കയ്യിൽ കരുതിയ ഒരു ചരട് അവളുടെ കയ്യിലേക്ക് ബന്ധിച്ചു. ആരതി കയറിയിരുന്ന സാവിത്രി അല്പം പരാക്രമം കാണിച്ചു. എങ്കിലും രുദ്രഗായത്രി മന്ത്രം ജപിച്ച് ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുഖത്തേക്ക് ഊതിക്കൊണ്ടിരുന്നു. പതിയെ പതിയെ ആരതിയുടെ കണ്ണുകൾ പുറകോട്ട് മറഞ്ഞു. അവൾ കുഴഞ്ഞു വീഴാൻ പോയപ്പോൾ രുദ്രൻ അവളെ താങ്ങിപ്പിടിച്ചു. അവൻ്റെ ബലിഷ്ഠമായ കരങ്ങളിൽ അവൾ സുരക്ഷിതയായിരുന്നു. ഇരു കൈകളിലും താങ്ങിയെടുത്ത അവളെയും കൊണ്ട് പൂജാമുറിയിലേക്ക് കടന്നു ചെന്നു. മരം കൊണ്ട് നിർമ്മിച്ച സ്റ്റെപ്പുകൾ അവനൊരു ഭീമനെപ്പോലെ നടന്നിറങ്ങി. കൈകളിൽ രുദ്രാക്ഷമാല മസിലുകളിൽ ഞെരുങ്ങി നിന്നു. ആരതി തീർത്തും അവശയായിരുന്നു. കളത്തിനോട് ചേർത്ത് അവളെ അവൻ ചാരിയിരുത്തി. ദേവിയിൽ നിന്നും പൂജിച്ചെടുത്ത ഏലസുകൾ അവളുടെ കഴുത്തിൽ കെട്ടി. അലങ്കോലമാക്കപ്പെട്ട പൂജാമുറി മുഴുവൻ അവൻ വീണ്ടും ഒരുക്കി. പാവം ആരതി. വിശപ്പും ദാഹവും ക്ഷീണവും കൊണ്ടാവണം ഞരക്കങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തെ നോക്കി അവൻ കണ്ണുകളടച്ചു. ഓം കാളി മഹാകാളി ഹൈം മഹാദേവി ഭദ്രേ ഹിം ക്രീം കരാശക്തി പരാശക്തി മഹാഭൈരവി ക്രാം ഹ്രീം ഹട്ട് സ്വാഹ. കാളിമന്ത്രം കണ്ണടച്ചുരവിട്ടുകൊണ്ടിരുന്ന രുദ്രൻ്റെ മുഖം ചുവന്നു തുടുത്തിരുന്നു. ശക്തമായ ഒരു കാറ്റ് നിലവറയ്ക്കുള്ളിലേക്ക് അടിച്ചു വീശി. അണയാൻ പോകുന്ന ഒരു വിളക്കിനെ നോക്കി അവൻ ഒന്നുകൂടി മന്ത്രം ജപിച്ചു തുടങ്ങി. ഓം കാർത്യാനിയഹ ചവിതത്മഹേ കന്യാകുമാര ഹൈ ചതിദീനഹേ തന്നോ ദുർഗോ പ്രചോദയാത്. നിലവറയിലെ കാറ്റ് നിലച്ചു. വീണ്ടും പൂജാകർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ടിരുന്നു. ആരതി പതിയെ കണ്ണുകൾ തുറന്നു തുടങ്ങി. അവളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെയായിരുന്നു. എവിടെയാണ്, എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അവൾക്ക് മനസ്സിലായിരുന്നില്ല. ചുറ്റും കത്തിച്ചു വച്ചിരിക്കുന്ന നിലവിളക്കുകളും മെഴുകുതിരികളും സംബ്രാണിക്കട്ടകളും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രുദ്രൻ്റെ ഒരു പുതിയ ഭാവം. ദൈവങ്ങളും കാവും എന്ന് പറയുമ്പോൾ തന്നെ പുച്ഛിച്ചിരുന്ന ആളാണ്. എല്ലാത്തിനും നടുവിൽ വളർന്നു വന്നതുകൊണ്ടാണ് വിശ്വാസം അല്പം കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ പൂണൂൽ ധരിച്ച് ഒരു പൂജാരിയെപ്പോലെ പൂജകൾ ചെയ്യുന്ന രുദ്രനെ വിശ്വസിക്കുവാൻ അല്പം പ്രയാസം പോലെ. താൻ വന്നത് മുതൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നൊന്നും ആരതിക്കറിയില്ലായിരുന്നു. നെറ്റിയിലെ മുറിയിൽ നിന്നും ചോര പൊളിഞ്ഞെടുക്കുന്നത് അല്പം നീറുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് നെറ്റി പൊട്ടിയത്, എന്താണ് സംഭവിച്ചത് എന്ന് ഒരു പിടുത്തവുമില്ല. തലയുടെ ഇരുവശവും പൊട്ടിപ്പൊളിയുന്ന പോലെ. ബാംഗ്ലൂരിൽ നിന്നും വരുമ്പോൾ ട്രെയിനിൽ നിന്നും കഴിച്ച ഭക്ഷണമാണ്. പിന്നീട് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. എപ്പോഴാണ് ഇവിടെ നിന്നും ഇറങ്ങാൻ കഴിയുക?
ബാഗിലെ വൈറ്റ് വോഡ്കയെക്കുറിച്ച് ഓർത്ത് അവൾ വേവലാതിപ്പെട്ടു. അതിന് ബാഗ് തന്നെ എവിടെയാണ് എന്നൊന്നും ഓർമ്മയില്ല. എന്തായാലും രുദ്രൻ്റെ പൂജകൾ കഴിയട്ടെ. കണ്ണുകളടച്ച് ചമ്രം പടിയിരുന്ന് പൂജകൾ ചെയ്യുന്ന രുദ്രനെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ഇങ്ങനെയൊരു മാറ്റം സത്യത്തിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ബാംഗ്ലൂരിലെ ഫ്ലാറ്റിൽ ദൈവത്തിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു നിമിഷം പോലും നിൽക്കാത്ത ആളാണ്. ഉയർന്നു വരുന്ന ഹോമകുണ്ടത്തിലെ പുകയിൽ അവ്യക്തമായി എന്തൊക്കെയോ അവനോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. ആളിക്കുത്തുന്ന ഹോമകുണ്ടങ്ങളിലേക്ക് ഓരോ സാധനങ്ങൾ എറിഞ്ഞുകൊണ്ടേയിരുന്നു. ആളിക്കുത്തുന്നത് ഒന്നുകൂടി വേഗതയായി തുടങ്ങി. പുറത്തുനിന്നും കേൾക്കുന്ന അലമുറയിട്ട ശബ്ദത്തിൽ ആരതി ഭയന്നു വിറച്ചു. രുദ്രൻ അതൊന്നും കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. സർവ്വദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് നാളികേരം അടിച്ച രുദ്രൻ ഞെട്ടിപ്പോയി. നാളികേരത്തിൻ്റെ ഏറെയും തെക്കുകളിലേക്ക് മാറി നിന്നു. മൃത്യുവിന് സാധ്യത എന്നാണ് അതിനർത്ഥം. കവടി നിരത്തി കണ്ണുകൾ അടച്ച് അവൻ ധ്യാനിച്ചു തുടങ്ങി. ശക്തിയായി ആരോ നിലവറയുടെ വാതിൽ അടിച്ചു തുറക്കുന്നത് പോലെ തോന്നിയിരുന്നു. ആരതി ഭയന്ന് വിറച്ച് ഒരു മൂലയിൽ കൂനിക്കൂടിയിരുന്നു. എനിക്ക് ദാഹിക്കുന്നുണ്ട്. അഗ്നികുണ്ഡത്തിൽ നിന്നും അത്ര വ്യക്തമല്ലാത്ത ഒരു ശബ്ദം ഉയർന്നു കിട്ടു. രുദ്രൻ കടാരയിൽ നിന്നും കൈയിറത്ത് ചോര നൽകി. ആ കാഴ്ച കാണാനാവാതെ ആരതി കണ്ണുകൾ അടച്ചു. നിലവറയുടെ വാതിൽ വലിച്ചു തുറന്ന് ഏതോ ഒരു ശക്തി അകത്തേക്ക് പ്രവേശിച്ചതുപോലെ ഇരുവർക്കും തോന്നി. തോന്നലല്ലായിരുന്നു അത്. കോപിഷ്ഠയായ സാവിത്രി അവർക്ക് മുന്നിലായി വന്നു നിന്നു. രുദ്രൻ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. സാവിത്രി രൂക്ഷമായി ഒന്ന് നോക്കിയപ്പോൾ അഗ്നികുണ്ഡങ്ങൾ തനിയെ അണഞ്ഞു തുടങ്ങി. അവൾ പൊട്ടിച്ചിരിച്ചു. അവളുടെ ചിരിയിൽ ആ ഇല്ലം മുഴുവനായും കുലുങ്ങുന്നത് പോലെ തോന്നി. ഹോമകുണ്ഡം അണഞ്ഞതോടെ രുദ്രൻ ഭീതിയോടെ സാവിത്രിയെ നോക്കി. മഹാമാന്ത്രിക ശ്രമിച്ചിട്ട് നടക്കാത്തതാണ് ചെക്ക. സാവിത്രി ഊതിയപ്പോൾ നിലത്തുള്ള കളങ്ങൾ മുഴുവൻ പൊടിയായി പറന്നുയർന്നു. അന്തരീക്ഷത്തിൽ പൊടി പടർന്ന് ആരതിയും രുദ്രനും ചുമച്ചുകൊണ്ടിരുന്നു. അവർക്ക് ശ്വാസം കിട്ടാത്തതുപോലെ. നിലവിളക്കുകൾ അണഞ്ഞു. മുറിയിൽ വീണ്ടും അന്ധകാരം ജനിച്ചു. സാവിത്രിയുടെ ചിരി ഏറ്റവും അടുത്തുനിന്ന് ഏറ്റവും അകലെ നിന്നും കേട്ടുകൊണ്ടിരുന്നു. കൂമനും കുറുനരിയും ഇടതടവില്ലാതെ ശബ്ദിച്ചുകൊണ്ടിരുന്നു. ഭിത്തിയിലെ ഗൗളി എന്തിനോ എന്നില്ലാതെ അലമുറയിട്ട് കരഞ്ഞു. പതിയെ ആരതി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവളുടെ ശരീരത്തിൽ അവൻ കെട്ടിയിരുന്ന രക്ഷ ഞെട്ടറ്റ് വീണു. അവളുടെ വസ്ത്രങ്ങൾ അവൾ ഒന്നൊന്നായി ഉപേക്ഷിച്ചുകൊണ്ടിരുന്നു. വിവസ്ത്രയായി അവൾ അവന് മുന്നിലായി വന്നു നിന്നു. തൻ്റെ വ്രതത്തിന് ഇനിമേൽ സാധ്യത ഇല്ലാതിരിക്കാനുള്ള സാവിത്രിയുടെ മുന്നേറ്റം. സിരകളിൽ പതിഞ്ഞൊഴുകുന്ന ലഹരി പോലെ രതിയുടെ മുന്നേറ്റം. അവൻ കണ്ണുകൾ അടച്ച് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് മന്ത്രങ്ങൾ ഉരവിട്ടു തുടങ്ങി. അവൻ്റെ ശരീരത്തിലൂടെ അവളിങ്ങനെ ഇഴഞ്ഞു നടക്കാൻ തുടങ്ങി. അവളുടെ നാവുകൾ അവനെ ഇക്കിളിയാക്കി. മനസ്സാന്നിധ്യം കൈവിടാതെ അവൻ മന്ത്രങ്ങൾ വീണ്ടും വീണ്ടും ഉരുവിട്ടു തുടങ്ങി. പെണ്ണൊരുമ്പിട്ടാൽ എന്നുള്ള ചെല്ലിനെ അർത്ഥമാക്കുന്നത് പോലെ അവരുടെ ഓരോ മുന്നേറ്റവും. ആരതിയെ ഒരുപാട് തവണയെ കണ്ടിട്ടുണ്ട് എങ്കിലും ഇങ്ങനെ ഒന്ന് ആദ്യമായാണ്. മുഖത്തൊന്ന് തറപ്പിച്ചു നോക്കിയാൽ നാണം കൊണ്ട് കൂമ്പിപ്പോകുന്ന അവൾ വസ്ത്രങ്ങളില്ലാതെ തൻ്റെ മുന്നിൽ കാട്ടിക്കുട്ടുന്നത് അവൻ അമ്പരപ്പോടെ നോക്കി. പക്ഷേ അത് തൻ്റെ ആരതിയല്ല, സാവിത്രിയാണെന്ന് അറിയാമായിരുന്നു. അവൻ്റെ മുടിയിഴകളിലൂടെ അവളുടെ വിരലുകൾ പതിയെ മുഖത്തും ചുണ്ടിലേക്കുമൊക്കെ പടർന്നു തുടങ്ങി. ചുംബനങ്ങൾക്ക് ശക്തിയേറിയതായിരുന്നു. അവളുടെ ചുണ്ടുകൾ അവനിൽ വിശ്രമമില്ലാതെ ഒഴുകി നടന്നു. രുദ്രനാവട്ടെ മന്ത്രജപങ്ങൾ നിർത്താതെ തുടർന്നു. ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.